എല്ലാ ഫ്രണ്ട്സ് ഇൻറ്റു ബ്രോസ്റ്റേ മറ്റൊരു സ്വന്തം. സോ ഫ്രണ്ട്സ്, നമ്മുടെ തലപതി വിജയ് നായകനായെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ലിയോ. ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കാശ്മീർ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ചെന്നൈയിലാണ് ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത്. ഈ ഒരു സിനിമയുടെ ഭാഗത്തുനിന്ന് കാശ്മീർ ഷെഡ്യൂൾഡ് കംപ്ലീറ്റ് ആയപ്പോൾ ഒരു കിടിലം വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അത് അതിൻ്റെ പുറകിൽ ഷൂട്ടിങ്ങിൻ്റെ പുറകിൽ നടന്ന ബാക്ക് സീൻസ് തന്നെയാണ്. പക്ഷേ മറ്റ് സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടും നമുക്ക് അത്രത്തോളം പ്രിയപ്പെട്ട രീതിയിലുമാണ് ആ ഒരു വീഡിയോ അവർ പുറത്തിറക്കിയിരിക്കുന്നത്. സോ എനിക്ക് വളരെയധികം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. സോ ഇതിൻ്റെ മാസ് സീൻസ് ആണെങ്കിൽ ചേർത്ത് വന്നിരുന്നെങ്കിൽ പോലും ഈ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. അത്ര മികച്ചൊരു ബാക്ക് സീൻ വീഡിയോ തന്നെയായിരുന്നു ഇത്. സോ എന്തായാലും നമുക്ക് ആദ്യം ഒന്ന് റിയാക്ട് ചെയ്യാം. ദ ക്രൂ ബിഹൈൻഡ്, ഓരോരുത്തരുടെയും ആ ഒരു മനസ്സ് കാണുന്ന ഒരു വീഡിയോ. ഞാൻ അത് കണ്ടതാണ്, നമുക്ക് ഒന്നുകൂടെ കാണാം. സ്റ്റാർട്ട്. ഇതിനെ രണ്ടാമതാണ് കാണുന്നത്. എന്നിട്ട് പോലും ഒരു വീഡിയോക്ക് ട്രിബ്യൂട്ട് കൊടുക്കുമ്പോൾ സ്ക്രീൻ പ്ലേ ഇപ്പം ആ ഒരു എഡിറ്റ് ചെയ്തേക്കുന്നതും ആ ഒരു BGMs ആയാലും ആ ഒരു ഡയലോഗ്സ് ആയാലും എവിടെയൊക്കെ ഓരോ വീഡിയോ പ്ലേസ് ചെയ്തേക്കണായാലും കിട്ടിയ നമുക്ക് എത്ര വർഷമാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്, അത്ര ഫീലാണ്. അവരുടെ ആ ഒരു സംസാരമായാലും നമ്മൾ ഒരുമാതിരി ആഴത്തിൽ പതിക്കുന്ന രീതിയിലാണ് ആ ഒരു സംസാരമൊക്കെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ. കാരണം ഞാൻ സ്റ്റിൽസാണ് എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ വന്നത് വീഡിയോ ആണെങ്കിലും 7 മിനിറ്റോളം ആ വീഡിയോ ഉണ്ട്. എന്നിട്ട് പോലും ഒരു തരി നമുക്ക് ആ ഒരു സീൻ അല്ലെങ്കിൽ അവർ പറയുന്ന ആ ഒരു ബോറടിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കാൻ വയ്യുന്ന ഒരു തരി സീൻ എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് തോന്നിയിട്ടില്ല. അത്ര എൻഗേജിങ് ആയിരുന്നു. ഒരു ഇമോഷണൽ ആ ഒരു രീതിയിലുള്ള അവർക്ക് അത്രയും കഷ്ടപ്പാട് അവർ കാണിക്കുന്നതാണ്. ബട്ട് നല്ല രസമുണ്ട് ആ ഒരു വീഡിയോ. വളരെ ഹാർഡ് വർക്ക് ചെയ്തെടുക്കുന്ന ഒരു ഫിലിമാണ്. പക്ഷേ അതിനനുസരിച്ചൊരു ഔട്ട്പുട്ട് കിട്ടണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്ര നല്ലൊരു ഫിലിമായിട്ട് തന്നെ വരട്ടെ. എന്തായാലും ഈ ഒരു പടത്തിൽ വളരെയധികം എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പക്ഷേ അതല്ല ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്തേക്കുന്നത്. സോ അത് അവർ പല സീൻസും അവർ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ എടുക്കാൻ പറ്റാണ്ട് ചിലപ്പം പല രീതിയിൽ മാറ്റി ഷൂട്ട് ചെയ്തൊക്കെ അവസ്ഥ വന്നേക്കാം. അവർ വിചാരിച്ച ആ ഒരു ക്വാളിറ്റി ചിലപ്പോൾ ആ സീനിന് കിട്ടിയെന്ന് കാണത്തില്ല. സോ അതൊക്കെ ലോകേഷ് കോംപ്രമൈസ് ചെയ്യില്ലെന്നാണ് തോന്നുന്നത്. ലോകേഷ് ഒരു വിഷയം കണ്ടാൽ ലോകേഷ് അങ്ങനെ തന്നെ എടുക്കും. അതാണ് ലോകേഷിൻ്റെ പ്രത്യേകത. സോ എന്തായാലും ഈ ഒരു സിനിമ വിചാരിച്ച പോലെ തന്നെ നല്ല രീതിയിൽ വരട്ടെ എന്ന് രത്നകുമാർ പറഞ്ഞ പോലെ തന്നെ ഒരു വിക്രമയുടെ ഉഗ്രമായിരിക്കും എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു ഫിലിമായി വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. സോ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എന്താണെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്തിരിക്കുക. അപ്പോൾ ശരി, മറ്റു നല്ല വീഡിയോ കാണുന്നവരെ